എളുപ്പം ആർക്കാ? ആണിനേക്കാൾ എളുപ്പം സ്വർഗത്തിൽ പോകാൻ പെണ്ണുങ്ങൾക്കാ. സഹോദരിമാർക്കാ എളുപ്പം. പുരുഷന്മാർക്ക് 10 കാര്യം സൂക്ഷിക്കണം, പെണ്ണുങ്ങൾ 4 കാര്യം സൂക്ഷിച്ചാൽ മതി. എന്റെ സഹോദരിമാര് തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ സ്വർഗത്തിലെ റാണിമാരായി മാറാൻ, ആ സ്വർഗത്തിലെ രാജ്ഞിമാരുടെ പിന്നാലെ അണിനിരക്കാൻ 4 കാര്യം വളരെ എളുപ്പമാണ്. ഒരു പ്രശ്നമില്ല. 4 കാര്യം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഅത്വഅത് സൗജഹാ വഹസുനത് ഫർജഹാ. 4 കാര്യങ്ങൾ പെണ്ണുങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഈ 4 കാര്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ അവളോട് പറയപ്പെടുമത്രേ, ഉദ്ഖുലിൽ ജന്ന, എടി പെണ്ണേ നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഇഷ്ടപ്പെടുന്ന, നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വാതിലിലൂടെ നീ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക പെണ്ണ് എന്ന് 4 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും 4 കാര്യങ്ങളാ ഹബീബായ റസൂൽ പരിചയപ്പെടുത്തുന്ന. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളിൽ നിന്ന്, പടച്ച തമ്പുരാന്റെ വിളിയാളനായ മുഅദ്ദിന്റെ കണ്ടനാളങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് കടക്കണേ എന്ന ആഹ്വാനം മുഴങ്ങിക്കേട്ട് കഴിഞ്ഞാൽ അപ്പോഴും ടിവിയുടെ മുമ്പിലിരിക്കുന്ന പെങ്ങളെ, സീരിയലിന്റെ മുമ്പിലിരിക്കുന്ന പെങ്ങളെ, ആ ടിവിയുടെ സൗണ്ട് പോലും ഒന്ന് കുറയ്ക്കാൻ നിനക്ക് മനസ്സില്ല, അതിന്റെ മുമ്പിലൊന്നും മാറി നിൽക്കാൻ നിനക്ക് മനസ്സില്ല, അല്ലാഹുവിന് വേണ്ടി വുളൂ ചെയ്തൊന്ന് നിസ്കരിക്കാൻ നിനക്ക് താല്പര്യമില്ല. എന്നാൽ ഹബീബായ റസൂൽ പറയുന്നു, ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണോ, ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണോ, ഒന്നാമതായി അവൾ നിർവഹിക്കേണ്ടുന്നതെന്താ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരത്തെ നിസ്കാരം അവൾ കൃത്യമായി മുറുകെ പിടിച്ചാൽ, 5 നേരത്തെ നിസ്കാരം അവൾ കൃത്യമായി ഒന്ന് മുറുകെ പിടിച്ചാൽ അവൾക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാവുകയാ. രണ്ടാമത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, വസാമത് ശഹ്റഹാ, വിശുദ്ധമായ റമളാൻ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൾ നോമ്പ് പിടിച്ചാൽ, വിശുദ്ധ റമളാനിൽ പോലും നോമ്പ് പിടിക്കാതെ ആ റമളാനിൽ പോലും ടിവിയുടെ മലീമസമായ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ കൊതിക്കുന്ന പെണ്ണില്ലയോ? കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നോമ്പ് മുടക്കുന്ന പെണ്ണുങ്ങളില്ലേ? വിശുദ്ധമായ റമളാനിൽ ഖളായി പോയ നോമ്പിനെ വീണ്ടും ഖളാ വീട്ടാതെ അടുത്ത റമളാൻ കൊണ്ടെത്തിക്കുന്ന പെണ്ണുങ്ങളില്ലേ? കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് റമളാനിന്റെ നോമ്പ് ഉപേക്ഷിക്കുന്ന പെണ്ണുങ്ങളില്ലേ? ശരീര സൗന്ദര്യം കുറഞ്ഞു പോകും, റമളാൻ കഴിഞ്ഞാലുടൻ കല്യാണമാ എന്ന് പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാതിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പൊന്നുമോളെ നിനക്ക് സ്വർഗം വേണോ പൊന്നുമോളെ? സ്വർഗത്തിലെ റാണിയായി നിനക്ക് വാഴണോ പൊന്നുമോളെ? എങ്കിൽ നീ മുറുകെ പിടിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം വസാമത് ശഹ്റഹാ, വിശുദ്ധമായ റമളാനിൽ കൃത്യമായി നോമ്പ് പിടിക്കലാ. വീണ്ടും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്നു, മൂന്നാമത്തെ കാര്യം വഅത്വഅത് സൗജഹാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ
നിന്റെ ഭർത്താവിനെ അനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറുണ്ടോ? നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഭർത്താവ് പറയുന്ന കാര്യങ്ങളെ അനുസരണയോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആ ഭർത്താവിനോട് വഴക്കടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ. നാലാമത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, വഅഹ്സനത് ഫർജഹാ, തന്റെ പാതിവൃത്യത്തെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്. വല്ലാത്ത കാലമല്ലേ, വല്ലാത്ത ലോകമല്ലേ. 2 ദിവസം മുമ്പ് വാർത്താമാധ്യമങ്ങളിലൂടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ നമ്മൾ കേട്ടത്? കാമുകനും മറ്റൊരു പെണ്ണിനോട് ജീവിതമുറപ്പിച്ചെന്നറിയുമ്പോ കാമുകനെ വെട്ടിമുറക്കി കഷണമാക്കി ബിരിയാണി വെച്ച് വിളമ്പുന്ന പെണ്ണിന്റെ കാലഘട്ടമല്ലേ ഇതേ? കരുനാഗപ്പള്ളിയിലല്ലേ പാവപ്പെട്ട 11 വയസ്സുള്ള പൊന്നുമോള് കാമുകന് വേണ്ടി കാഴ്ച വെച്ച നീചയായ ഒരു മാതാവ് ജീവിച്ചിരുന്നത്? എത്രയോ അപകടകരമായ വാർത്തയാ. കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന്റെ കഴുത്തറുക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന്റെ തലയിൽ കല്ലെടുത്തിട്ട് കൊന്നുകളയുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, പ്രിയപ്പെട്ട മക്കളെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും എന്തിനു അല്ലാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിനെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് അന്യനോടൊപ്പം ഒളിച്ചോടുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, ഇഷ്ടപ്പെട്ട കാമുകന് വേണ്ടിയിട്ട് ശരീരം സമർപ്പിക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, വൃത്തികേട് മുഴുവനും അതേ കാലഘട്ടത്തിന്റെ സൗന്ദര്യത്തിന്റെ മേലങ്കിയാണെന്ന് ധരിച്ച് ആ വൃത്തികേടിന്റെ നടുത്തളത്തിൽ വിരാജിക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, 21ാം നൂറ്റാണ്ടിന്റെ ജീർണിച്ച സംസ്കാരത്തിന്റെ ഇടയിൽ ഇസ്ലാമിക സംസ്കാരത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് റൂംമേറ്റിന്റെയും ക്ലാസ്മേറ്റിന്റെയും കൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംസ്കാര ശൂന്യതയുടെ വ്യക്താക്കളായി ശരീരം തൊട്ടുരുമ്മിക്കൊണ്ട് കറങ്ങി നടക്കുന്ന പെണ്ണ്, കൂടെ പഠിക്കുന്നവനോടൊപ്പം ബൈക്കിന്റെ പിന്നാലെ മകം കെട്ടിമുറുക്കിയിട്ട് ആ മുഖം മറച്ചിട്ടവന്റെ തോളത്തോട് തന്നെ ശരീരത്തിന്റെ മാരടം ചേർത്തിട്ട് കടങ്ങി വെച്ച് നടക്കുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ കാലത്താ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്നതായ ഹദീസ് ഒന്ന് ചിന്തിക്കണേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, സ്കൂളും കോളേജും ക്യാമ്പസുകളുമായി ബന്ധപ്പെടുന്ന പെങ്ങള്, ഇതൊരു രാഷ്ട്രീയ നേതാവിന്റെ വാഗ്ദാനമല്ല പെങ്ങള്, ഇതൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ വാഗ്ദാനമല്ല പെങ്ങള്, ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. പെണ്ണ് വഅഹ്സനത് ഫർജഹാ, നിന്റെ വികാരങ്ങൾ നീ സൂക്ഷിച്ചാൽ, നിന്റെ വികാരങ്ങൾ നീ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ 4 കാര്യങ്ങളെ സൂക്ഷിക്കുന്ന പെണ്ണിനോട്, നിസ്കാരം മുറുകെ പിടിക്കുന്ന പെണ്ണിനോട്, നോമ്പ് പിടിക്കുന്ന പെണ്ണിനോട്, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിനോട്, വികാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ അറിയിപ്പ് വരും, പൊന്നുമോളെ ഉദ്ഖുലിൽ ജന്ന, എടി പെണ്ണേ നീ സ്വർഗത്തിൽ പോവുക. ഏതെങ്കിലും ഒരു സ്വർഗത്തിലേക്കല്ല പടച്ചവൻ കയറ്റിവിടുന്നത്. ഹബീബായ റസൂൽ പറയുന്നു, അവളോട് പടച്ചവൻ പറയും, നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക പെണ്ണ്. മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഇഷ്ടപ്പെടുന്ന നിനക്കിഷ്ടമുള്ള സ്വർഗത്തിന്റെ 8ഓളം കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വാതിലിനോട് ഉദ്ഖുലിൽ ജന്ന, ഈ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുകയെന്ന് ദുനിയാവിലെ പെണ്ണിനോട് അല്ലാഹു ഉത്തരവിടുമെന്ന് ലോകത്തിന്റെ നായകൻ നബിയുനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ സഹോദരി, നിനക്ക് കഴിയട്ടെ 4 കാര്യം കൃത്യമായി നിസ്കരിച്ചാൽ, നിസ്കാരത്തിലൊക്കെ എത്രത്തോളം ശ്രദ്ധയുണ്ട്, ഇന്നത്തെ പെണ്ണുങ്ങൾക്ക്. നിസ്കാരം ഉള്ളവർ എന്ന് പറയുന്നവർ പോലും ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധയില്ല. നിസ്കരിക്കുന്നവരാണ് എന്ന് പറയുന്നവർ പോലും അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വെച്ച് കുഞ്ഞിനെയൊക്കെ ഉറക്കി കുളിച്ച് വൃത്തിയായി ഒരു 3 മണിയാവുമ്പോ വന്നിട്ട് അസ്ർ നിസ്കാരം, ളുഹർ നിസ്കാരം, അതേ ഒന്നോടുകൂടി അസ്റും കൂടെ നിസ്കാരം.
പിന്നെ മഗ്രിബിന്റെ കാര്യമൊന്നും പറയണ്ട. മഗ്രിബിന്റെ കാര്യം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ വുളൂഅൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. വുളൂഅൊക്കെ ചെയ്ത് നിസ്കാര കുപ്പായൊക്കെ ഇട്ട് മുസല്ലയും വിരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ബാങ്ക് വിളിച്ച അപ്പൊ നോമ്പ് ഉറിക്കുന്ന പോലെയാ നിസ്കാരം. നീ അഥവാ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തട്ടിയാ മതി. സമയമായി അല്ലാഹു അക്ബർ. സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ നിസ്കരിച്ച് തീർക്കണം. അതിന്റെ ഒരു വെപ്രാളവാ. പെട്ടെന്ന് നിസ്കാരം തീർക്കണം. ചന്ദനമഴ ഇപ്പൊ തുടങ്ങും, പരസ്പരം ഇപ്പൊ തുടങ്ങും, നിലവിളക്ക് ഇപ്പൊ കത്തിക്കും. അതിനു മുമ്പ് നീ അഥവാ സീരിയൽ തുടങ്ങിയ ടിവിയുടെ മുമ്പിലായിരിക്കും മുസല്ല വിരിക്കുന്നത്. അല്ലാഹു അക്ബർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്തും കഴിഞ്ഞാലും റുക്കൂഇ പോവില്ല. നിസ്കരിക്കല്ലേ ടി വിയും കണ്ടിട്ട്. അല്ലോ പരസ്യം വരുമ്പോ ഒരൊറ്റ റുക്കുവ. അതുവരെ ഇങ്ങനെ ടി വിയിൽ നോക്കിയിരിക്കും. ഇത് നിസ്കാരമായി. ഇതൊക്കെ തഹിയാത്തിൽ ഇങ്ങനെ തഹിയാത്തുൽ മുബാറക് പറയുമ്പോഴും ടി വിയിൽ നോക്കി നടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നവരുടെ കാര്യം പോലും ഇങ്ങനെയാ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാകണം. ഇപ്പൊ എന്താ, ഗർഭിണിയൊക്കെ ആയി കഴിഞ്ഞാൽ, പ്രസവമൊക്കെ കഴിഞ്ഞാൽ പിന്നെ 40 ദിവസം വരെ നിസ്കാരം പെൻഡിങ്ങാ. 40 ചൂടാ. അത് ഇവക്ക് മാത്രമല്ല, ഉമ്മാക്കും ഉമ്മുമാക്കും ഒന്നും നിസ്കാരം ഉണ്ടാവില്ല. പെണ്ണിനെ നോക്കുന്നുണ്ട് നിസ്കാരം ഇല്ല. കുഞ്ഞു പെടുത്തു, കുഞ്ഞ് കാഷ്ടിച്ചു, കുഞ്ഞിനെ കുളിപ്പിക്കണം. ഇവക്ക് നിസ്കാരമില്ല, ഉമ്മാക്ക് നിസ്കാരമില്ല, ഉമ്മാമാക്ക് നിസ്കാരമില്ല. ഇവിടെ നോക്കാൻ നിൽക്കുന്ന പെണ്ണിന് നിസ്കാരം, ആർക്കും നിസ്കാരമില്ല. 40 ദിവസം പ്രസവ കുളി വരെ പെൻഡിങ്ങില, ഒക്കെ പെൻഡിങ്ങില. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണ് അവളുടെ നിഫാസ് രക്തം അതങ്ങനെ 40 ദിവസം വരെ ഒന്നും പോണമെന്നില്ല. ചിലപ്പോ 10 ദിവസം കഴിഞ്ഞ് നിൽക്കാം, അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് നിൽക്കാം. എപ്പോ നിന്നോ അപ്പൊ കുളിക്കണം. അതുമുള്ള നിസ്കാരം അവൾക്ക് ഫർളാ. 40 ദിവസം വരെ വീട്ടിൽ ആർക്കും നിസ്കാരമില്ല. സൂക്ഷിക്കണം. സ്വർഗത്തിലേക്ക് പോകണോ പെണ്ണുങ്ങളെ? വാതിനൊക്കെ കുറെ വാള് കേട്ടു, അൽഹംദുലില്ലാ, നല്ല കാര്യമാ. വാളൊക്കെ കേൾക്കുന്നത് നല്ല. സ്വർണ്ണമൊക്കെ ഊരിത്തരണോ, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾ എന്തേലും ഊരി തന്നിട്ടേ കാര്യമുള്ളൂ. അതൊക്കെ അൽഹംദുലില്ലാ നല്ലതാ. പക്ഷേ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിസ്കരിക്കണം. നിസ്കാരം കൃത്യമാകണം. സുന്നത്ത് നിസ്കാരം നടത്തണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, ഓരോ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തയ്യാറുണ്ടോ? ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ബാധകമാ. 12 റക്അത്ത് ഒരു ദിവസം സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് വേണ്ടി പടച്ചവൻ സ്വർഗത്തിൽ ഒരു മണിമാളിക, സൗകര്യങ്ങളുള്ള, സൗന്ദര്യങ്ങളുള്ള, അനുഗ്രഹങ്ങളുള്ള ഒരു വലിയ മണിമാളിക സ്വർഗത്തിൽ അല്ലാഹു തആല അവർക്ക് വേണ്ടി പടച്ചു കൊടുക്കും. 12 റക്അത്ത് മനസ്സിൽ കുറിച്ചു വെച്ചോളി. ലോഹറിന് മുമ്പ് ഒരു 4 റക്അത്ത്, ലോഹർ കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, മഗ്രിബ് കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, ഇശാ കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, സുബഹിക്ക് മുമ്പ് ഒരു 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരു മണിമാളിക. എത്ര എളുപ്പമാ സ്വർഗത്തിൽ പോകല്. അമലുകളൊക്കെ ചെയ്ത് ഇങ്ങനെ പടച്ചവന് പൊരുത്തപ്പെട്ട ഒരു ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയാത്തതെന്തേ? മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരാൾ ഫർള് നിസ്കരിച്ചു കഴിഞ്ഞ് ആ ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആയത്തുൽ കുർസി, നമുക്കൊക്കെ അറിയാലോ ആയത്തുൽ കുർസി. ഫർള് നിസ്കാരം കഴിഞ്ഞു ഒരാൾ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്കും സ്വർഗത്തിനും ഇടയിലുള്ള ഒരേ ഒരു വ്യത്യാസം മരണം മാത്രമേ ഉള്ളൂ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, സ്വർഗത്തിലേക്ക് പോകാം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ റാണിയാകാനുള്ള അവസരങ്ങൾ റസൂലുള്ള പറഞ്ഞു തരിക. നിസ്കാരം കഴിഞ്ഞിരുന്ന ഒരു ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതുക. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം സുബഹിക്ക് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, ബിലാലേ വാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒന്ന് മുമ്പിൽ നിന്നു. റസൂലുള്ളാഹി ചോദിച്ചു, ബിലാലേ, എന്നെക്കാൾ മുമ്പ് നീ എങ്ങനെയാ ബിലാലേ സ്വർഗ്ഗത്തിൽ പോയത്? ആ ചോദ്യം ഒന്ന് ചിന്തിക്കണേ. എന്നെക്കാൾ മുമ്പേ നീ എങ്ങനെ ബിലാലേ സ്വർഗ്ഗത്തിൽ പോയി? റസൂലുള്ളാഹി തങ്ങൾ പറയാ,
ബിലാൽ റളിയല്ലാഹു അൻഹു അന്തം വിട്ടു നിൽക്കുമ്പോൾ റസൂലുള്ള പറയുന്നു, ബിലാലേ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു. അല്ല എനിക്ക് ആ സ്വർഗത്ത് കാണിച്ചു, സ്വർഗത്തിൽ എന്നെ കൊണ്ടുപോയി. എനിക്ക് മുമ്പേ നീ നടക്കുന്ന നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു ബിലാലേ. അതെങ്ങനെയാ? എന്നെക്കാൾ മുമ്പേ നിനക്കങ്ങ് സ്വർഗം അതെങ്ങനെ കിട്ടി ബിലാലേ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ എപ്പോ ബാങ്ക് വിളിച്ചാലും 2 റക്അത്ത് നിസ്കരിച്ചിട്ടാ ബാങ്ക് വിളിക്കുന്നത്. മാത്രമല്ല എപ്പോ ഒളു പോയാലും ഞാൻ ഉടൻ തന്നെ ഒളു എടുക്കും. ദാഇമുൽ വുളു, എപ്പോഴും ഒളുവോടുകൂടി കഴിയുക. എപ്പോഴും ആ ഒരു സ്വഭാവമൊക്കെ നമുക്കുണ്ടാകണം. കഴിവതും ഒളു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒളു എടുത്തോണ്ട് ഇറങ്ങുക, ഒളു എടുത്തോണ്ട് പോവുക. ആ ഒരു സൂക്ഷ്മത, അതൊരു പ്രകാശവാ. തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ ഒരു കാരണവാ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം സൂക്ഷിച്ചാൽ, റമളാനിൽ നോമ്പ് പിടിച്ചാൽ, ഭർത്താവിനെ അനുസരിച്ചാൽ, ശരീരത്തെ സൂക്ഷിച്ചാൽ, നമ്മളൊന്ന് നോക്കിയേ, ഈ 4 കാര്യങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. നിസ്കരിക്കലും നോമ്പ് പിടിക്കലും അള്ളാഹുവിനോടുള്ള പ്രധാനപ്പെട്ട കടമയിൽപ്പെട്ടതാ. ഭർത്താവിനെ അനുസരിക്കലും പാതിവൃത്യം സൂക്ഷിക്കലും ഭർത്താവിനോടുള്ള കടമകളിൽപ്പെട്ടതാ. സഹോദരിമാരെ, സ്വർഗം വേണം, അള്ളാഹുവിനോടുള്ള കടമകൾ മാത്രം പൂർത്തീകരിച്ചാൽ പോരാ, ഭർത്താവിനോടുള്ള കടമകളും പൂർത്തീകരിക്കണം. ഭർത്താവിനോടുള്ള കടമകളും പൂർത്തീകരിക്കണം. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു പെണ്ണിനും സ്വർഗമില്ല. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത ഒരു പെണ്ണിന്റെയും അമലുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ പൊരുത്തം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ ഓരോ ആളുകളെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്നവരാ. ഹബീബായ മുത്തിന്റെ കൈപിടിച്ച് വേണം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ. അവിടുന്ന് ശഫാഅത്ത് കിട്ടിയിട്ട് വേണം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ. എന്നാൽ ഹബീബായ റസൂൽ പറയുന്നു, ഇന്നി അബ്ഗളു അൻ തകൂനൽ മർഅതു തഷ്കു സൗജഹാ. സ്വന്തം ഭർത്താവിനെ പറ്റി പരാതി പറയുന്ന, ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന പെണ്ണ്, അവളോട് എനിക്ക് ഏറ്റവും വെറുപ്പും ദേഷ്യവുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ദേഷ്യം പിടിച്ചു പറ്റിയാൽ പിന്നെ എങ്ങനെ അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ ശുപാർശ ചെയ്യാനാ? എന്റെ സഹോദരിമാര് ചിന്തിക്കണം. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരാൾക്കും സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ലാ യൻദുറുല്ലാഹു ഇലൽ മർഅത്തി ലാ തഷ്കുറു ലിസൗജിഹാ. ഭർത്താവിനോട് നന്ദിയില്ലാത്ത ഒരു പെണ്ണ്, അങ്ങനെ ഒരു പെണ്ണിലേക്ക് അള്ളാഹു കരുണയുടെ നോട്ടം നോക്കുക പോലുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കരുണയുടെ നോട്ടം നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പോകാനാ? എങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പോകാനാ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം ഞാൻ നരകം കണ്ടു. റസൂൽ പറയുന്നു, ഒരു ദിവസം ഞാൻ നരകം കണ്ടു. അങ്ങനെ ഞാൻ ആ നരകത്തെ കാണുമ്പോൾ വല്ലാത്ത ഭീതിജനകമായ വല്ലാത്ത അവസ്ഥയിലാണ് ആ നരകത്തെ കണ്ടത്. വല്ലാത്ത തീനാളങ്ങൾ കത്തിയെരിയുന്ന ചൂടോടുകൂടി ഞാൻ നരകത്തെ കാണുമ്പോൾ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. അന്ന് ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. അന്ന് ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. ഹബീബായ റസൂൽ അത് പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് യാ റസൂലല്ലാഹ്? ഹബീബായ റസൂലേ, കാരണമെന്താ നബിയേ? നരകത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വരാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബികുഫ്രിഹിന്ന, അവരുടെ കുഫ്ർ കൊണ്ടാണ്, അവരുടെ നന്ദികേട് കൊണ്ടാണ്, അവരുടെ അനുസരണക്കേടുള്ള സ്വഭാവം കൊണ്ടാ. ഹബീബായ റസൂൽ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യക്ഫുർന ബില്ലാഹ്, അവർ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത് കൊണ്ടാണോ? അല്ലാഹുവിനോട് കുഫ്ർ വെച്ചുകൊണ്ടാണോ നബിയേ? അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണോ? അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാണോ? ഹബീബായ റസൂൽ പറഞ്ഞു, അല്ല അല്ല. പിന്നെയോ യക്ഫുർനൽ അശീ വയക്ഫുർനൽ ഇഹ്സാൻ,
ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാ, ഭർത്താക്കന്മാരുടെ ഉപകാരങ്ങളെ നിഷേധിച്ചത് കൊണ്ടാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, ഏ ഭർത്താക്കന്മാരെ, ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ എത്ര തന്നെ നന്മകൾ ചെയ്തെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഭാര്യമാർക്ക് എത്ര തന്നെ സൗകര്യങ്ങളും സുഹൃതങ്ങളും നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും, ഇദാ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, എത്ര തന്നെ ഉപകാരങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും, എന്നിട്ട് എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങളിൽ നിന്ന് കണ്ടാൽ അവൾ പറയുന്നതാണ്, ഒരിക്കലും നിങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, ഇന്ന് വരെയും നിങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ. എത്ര ഉപകാരങ്ങൾ ചെയ്തു കൊടുത്താലും, എത്ര സൗകര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താലും, എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങളിൽ നിന്ന് കണ്ടുപോയാൽ ഉടൻ തന്നെ അവൾ പറയുന്നതാണ്, ഇന്ന് വരെയും നിങ്ങളിൽ നിന്നും എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ. ഉപകാരങ്ങൾ ചെയ്തു തന്ന, സൗകര്യങ്ങൾ ചെയ്തു തന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കി നന്ദി കെട്ട വർത്തമാനം നടത്തുന്ന പെണ്ണ് അവളും നരകത്തിലേക്ക് പോകുന്ന പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണ് എങ്ങനെയുള്ള പെണ്ണാ? സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണ് ഏത് സ്വഭാവമുള്ള പെണ്ണാ? അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്നത്തി അദൂദുൽ വദൂദു അലാ സൗജിഹാ അല്ലതി ഇദാ ഗളബാ. അതേ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്നത്തി അദൂദുൽ വദൂദു അലാ സൗജിഹാ. നിങ്ങളോട് സ്നേഹമുള്ള, നിങ്ങൾക്ക് വേണ്ടി പ്രസവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് സ്വർഗ്ഗത്തിലാ. എപ്പോഴെന്നറിയുമോ? അല്ലതി ഇദാ ഗളബ അലൈഹാ, അവളുടെ ഭർത്താവ് അവളോട് കോപിക്കുകയാണ്. അവൾ എന്തെങ്കിലും തെറ്റോ അനുസരണക്കേടോ നടത്തുമ്പോൾ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവളോട് കോപിക്കുകയാണ്, അവളോട് ദേഷിക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോടെ കോപത്തോടുകൂടി വീട് വിട്ടിറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ വീടിന്റെ മുന്നിലേക്കും മറപ്പടിയിലേക്ക് അകത്തങ്ങളിലേക്ക് കടന്നു ചെന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന്, ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന്, എന്നിട്ട് ഈ ഭാര്യയുടെ കൈ തന്റെ ഭർത്താവിന്റെ കൈയുടെ മുകളിലേക്ക് വെച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണ് പറയും അത്രേ, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ. നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടല്ലാതെ, എന്നോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലാതെ, ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് പൊരുത്തം ചോദിക്കുന്ന പെണ്ണ്, നിങ്ങൾ എന്നോട് പൊരുത്തം തന്നിട്ടല്ലാതെ, എനിക്ക് നിങ്ങൾ മാപ്പ് തന്നിട്ടല്ലാതെ, എന്നോടുള്ള പിണക്കവും ദേഷ്യവും എല്ലാം മാറ്റിയിട്ടല്ലാതെ, ഒരുപോലെ കണ്ണടക്കാൻ എനിക്ക് പറ്റൂല. ദേഷിച്ചു നിൽക്കുന്ന ഭർത്താവ്, ആ ഭർത്താവ് പെണ്ണിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും, ഭാര്യയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും, ഒരു കാര്യവുമില്ലാതെ ഭാര്യയോട് ദേഷ്യപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് അയാളുടെ കയ്യിലേക്ക് തന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചു വാങ്ങുന്ന പെണ്ണ്, അങ്ങനെയുള്ള പെണ്ണാണ് സ്വർഗ്ഗത്തിലെ പെണ്ണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ പൊരുത്തം നേടണം സഹോദരി, സ്വർഗം വേണമെങ്കിൽ, സ്വർഗം വേണമെങ്കിൽ. ഭർത്താവ് നിന്നോട് ദേഷിച്ചു, ഭർത്താവ് വഴക്കു പറഞ്ഞു, ഹദീസിൽ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭർത്താവ് ഇവളോട് മോശമായി പെരുമാറിയതാ. ഭാര്യ തെറ്റുകാരിയല്ല, ഭാര്യയുടെ ഭാഗത്താണ് ന്യായം, അവള് പറയുന്നതാ ശരി. എന്നിരുന്നാലും ഈ ഭർത്താവ് ഈ പെണ്ണിനോട് ദേഷിച്ചു പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി.
അല്ലെങ്കിൽ റായത്തോട്ട് പോയി, അല്ലെങ്കിൽ മുറിയിലേക്ക്, അല്ലെങ്കിൽ കട്ടിലിങ്ങനെ തിരിഞ്ഞു കിടന്നു. എന്തായാലും റസൂലുള്ള പറയുന്നു, സ്വർഗത്തിൽ പോന്ന പെണ്ണാണെങ്കിൽ, സ്വർഗത്തിലെ റാണിയാകാൻ കുതിക്കുന്നവളാണെങ്കിൽ ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് ഭർത്താവിന്റെ കൈ പിടിച്ച് ഭർത്താവിന്റെ കൈക്ക് മുകളിൽ ഭർത്താവിന്റെ കൈയുടെ മുകളിൽ തന്റെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവർ പറയും, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, എന്നോട് പൊരുത്തപ്പെടണം, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടിട്ടല്ലാതെ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റൂല എന്ന് ഭർത്താവിന്റെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്കുന്ന പെണ്ണിനാണ് സ്വർഗമെന്ന് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പോകുന്ന പെണ്ണ്. സഹോദരിമാരെ, സ്വർഗത്തിൽ പോകാനുള്ള അവസരമാണ്. സ്വർഗത്തിൽ പോകാനുള്ള അവസരമാണ്. ദുനിയാവിൽ കുറെ സുഖിച്ച്, കുറെ മതിമറന്ന്, കുറെ ഇങ്ങനെ രസിച്ച് മതിച്ച് ജീവിച്ചത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാന്ന് വിചാരിക്കല്ലേ. അങ്ങനെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാം. കുറെ രസിച്ച് ജീവിക്കുക, കുറെ സന്തോഷിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ സഹിക്കണം, ത്യാഗങ്ങളെ സഹിക്കണം, ഇസ്ലാമിന് വേണ്ടി കുറെ ബുദ്ധിമുട്ടുകളെ സഹിക്കണം. ഇതൊക്കെ സഹിക്കുമ്പോഴാ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നത്.